ഹായ് ഫ്രണ്ട്സ്, നമ്മളതിൻ്റെ ഒരു ഉഴുന്നുവട റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഈസി ആയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു 300 ഗ്രാം ഉഴുന്ന് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 to 3 മണിക്കൂർ കുതിരണം കേട്ടോ. ഇനി ഞാനത് ഗ്രൈൻഡറിലായിട്ട് അരച്ചെടുക്കുന്നത്. നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ചാലും മതി കേട്ടോ. വെള്ളം തെളിച്ചെടുത്തിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ. ഒരുപാട് വെള്ളം കൂട്ടരുത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഉഴുന്ന് വട രസം ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ സവാള ഇടാതെയും ഉണ്ടാക്കും കേട്ടോ. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്തെടുക്കുന്നത്. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി അരിഞ്ഞിട്ടാണ് ചേർത്തെടുക്കുന്നത്. പിന്നെ ലേശം കുരുമുളക് കൂടി ചേർത്തെടുക്കുക. ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ക്രിസ്പിനെസ്സിന് വേണ്ടി ചേർക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാനിൽ. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തെടുക്കുക. ഇനി എല്ലാം കൂടി കൈ വെച്ച് നല്ല മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ അരച്ച പാടെ ഇത് ഉണ്ടാക്കണം കേട്ടോ. ഒരുപാട് സമയം എടുത്ത് വെക്കരുത്. എടുത്ത് വെക്കുന്നതോറും ഉഴുന്ന് കല്ല് പോലെ കിട്ടോ. നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കൈ ഒന്നിനെ നനച്ചതിന് ശേഷം ഒരു ബൗളാക്കി എടുക്കുക മാവ്. എന്നിട്ട് സെൻറ്ററിൽ ഒന്നുണ്ട് ഹോളാക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി അത് നമ്മുടെ എണ്ണയിലേക്ക് ചേർത്തെടുക്കുക. ഇടുന്ന സമയത്ത് കുറച്ച് മീഡിയം ഫ്ലെയിമിലാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം കുറച്ചിടണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ വട ഉള്ളിൽ നല്ല വെന്ത് കിട്ടുള്ളൂ. നല്ല ബോളാക്കി എടുക്കുക. എന്നിട്ട് ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 2 ഭാഗം തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ തീ ഒരുപാട് കൂട്ടിയിടരുത് കേട്ടോ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഉഴുന്ന് വട നമ്മുടെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളിലിട്ട വേവുമില്ല, മാവ് പോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ വടയ്ക്കൊരു ക്രിസ്പിനെസ് കിട്ടുക. അതാണ് നമ്മൾ തട്ടുകടയിലും ചായക്കടയിലൊക്കെ കഴിക്കുന്ന ഉഴുന്നവട നല്ല ക്രിസ്പിയാണ് പറയാൻ കാരണം ഈ അരിപ്പൊടി ചേർക്കണതാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോഴാണ് വടയ്ക്കൊരു ക്രിസ്പിനെസ് കിട്ടുക. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല മൊരിഞ്ഞ് കറുമുറാന്നുണ്ട് അല്ലേ. പക്ഷെ മുകളിൽ മാത്രമായിട്ട് ആ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ വട. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മൾ പെട്ടെന്ന് വീട്ടിലൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. കുറച്ച് മാവ് കൈ നനച്ചതിന് ശേഷം എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒന്നുണ്ട് റോളാക്കിയിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. കണ്ടോ, സെൻറ്ററിൽ വെറുതെ ഒന്നിട്ട് കൈയായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ എന്നിട്ട് എന്നിട്ട് കൈ തിരിച്ച് വെച്ച് കൊടുത്താൽ നമ്മുടെ എണ്ണയിലേക്ക് അത് വീണു പോകും. ഇടുമ്പോൾ ഷേപ്പില്ല എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ അത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഷേപ്പായിട്ട് തന്നെ വരും കേട്ടോ. ആ എണ്ണയിൽ നിന്ന് പൊന്തി വരുമ്പോൾ എല്ലാതും ഷേപ്പായിക്കോളും. അപ്പോൾ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് പൊങ്കലിൻ്റെ കൂടെയാണ് കേട്ടോ. പൊങ്കലും ഉഴുന്നുവടയും ഒരു ചട്ടണിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ.